ഇത്തവണ ഞങ്ങൾ കാർത്തിക മഹോത്സവത്തിന് വടകരയിലെ സിദ്ധാശ്രമത്തിലേക്കാണ് പോയത്. ഞാൻ കരുതിയത് സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണുന്ന പോലെ ഈ കാർത്തിക വിളക്ക് മഹോത്സവമൊക്കെയാണ് അവിടെ ഉണ്ടാവുകയെന്ന്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ശിവാനന്ദ പരമഹംസരുടെ ജന്മദിനാണ് ഈ വൃശ്ചിക മാസത്തിലെ കാർത്തികയെന്നും അതാണ് അവർ കാർത്തിക മഹോത്സവമായിട്ട് ആഘോഷിക്കുന്നതെന്നും. ഞങ്ങൾ ഏകദേശം ഒരു 11:30 മണിക്കായിരുന്നു അവിടെ എത്തിയത്. അവിടെ എത്തിയപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ വരി വരിയായി നിൽക്കുന്നുണ്ടായിരുന്നു. വലിയ വരിയായിരുന്നു. പക്ഷെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഉച്ചക്കത്തെ ചോറിനുള്ള വരിയാണതെന്ന്. അവിടെ രാവിലത്തെ ചായയും ഉച്ചക്കത്തെ ചോറും എല്ലാം ഉണ്ടായിരുന്നു. അന്ന് കാർത്തിക ആ മഹോത്സവത്തിന് അന്നാണ് നമ്മളെ പുറത്തുനിന്നുള്ള ആളുകളൊക്കെ ആശ്രമത്തിലെത്തുന്നത്. നല്ല തിരക്കായിരുന്നു. ഒരുപാട് വാഹനങ്ങളും, ഒരുപാട് ജനങ്ങളും, ഒരുപാട് സന്യാസിമാരും നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കുള്ള ഒരു ദിവസമായിരുന്നു അന്ന്. പിന്നെ ഞാൻ കരുതിയത് സാധാരണ ആശ്രമങ്ങളിലുള്ള പോലെ ഈ ദൈവങ്ങളെ ഫോട്ടോയും വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ട് പൂജയും ആരാധനയും നാമജപവും ഒക്കെ ഉള്ളൊരു സ്ഥലമാണെന്നാണ് ആശ്രമം എന്ന് കേട്ടപ്പോൾ ഞാൻ കരുതിയത്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് അതെല്ലാം മാറ്റിമറിച്ചും കൊണ്ട് അവിടെ ഒരു വിളക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നാമജപമോ ഒന്നും നമുക്ക് കേൾക്കാൻ കഴിയില്ല. അവരെ വിശ്വാസപ്രകാരം അത് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഒരു പോലീസുകാരനായിരുന്ന രാമക്കുറുപ്പ് എന്ന് പറഞ്ഞ ആളുടെ ഗർഭിണിയായ ഭാര്യ മരണക്കിടക്കയിൽ കിടന്ന് അദ്ദേഹത്തോട് മരണത്തിനെ പറ്റിയും ജീവിതത്തിനെ പറ്റിയും കുറേ കാര്യങ്ങൾ സംസാരിച്ചു എന്നും അതിൻ്റെ എല്ലാം ഉത്തരങ്ങൾ തേടി അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങളിൽ അലഞ്ഞ് ഒടുവിൽ നമ്മളെ പഴനിയിലെത്തിയെന്നും അവിടെ ബോഗർ എന്ന സിദ്ധ സന്യാസി അദ്ദേഹത്തിനെ ശിഷ്യനായി സ്വീകരിച്ച് സംശയ നിവാരണം നടത്തിയെന്നും പിന്നെ 250 സിദ്ധരഹസ്യങ്ങൾ അദ്ദേഹത്തിന് കൈമാറി അദ്ദേഹം 1921 രാമക്കുറുപ്പ് എന്നുള്ള പേര് മാറ്റി ശിവാനന്ദ പരമഹംസൻ എന്ന പേര് സ്വീകരിച്ച് വടകരയിൽ സിദ്ധാശ്രമം പണിതു എന്നും പറയപ്പെടുന്നുണ്ട്. ഇവരുടെ ജീവിത രീതി നമ്മളുടെ ജീവിതമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. ഇവരുടെ വസ്ത്രങ്ങൾ വെള്ളയും വെള്ളയാണ്. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും നമ്മളെപ്പോലെ കളർ ഡ്രസ്സ് ഒന്നും ഇടില്ല. അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സും ഇടില്ല. അവർ വെള്ളമുണ്ട് ധരിക്കുകയും വെള്ളമുണ്ട് പുതയ്ക്കുകയും ചെയ്യും. അതേപോലെ ഇവിടെ ജനിക്കുന്ന മക്കൾ 3 വയസ്സ് വരെ മാത്രമേ അമ്മമാരെ കൂടെ നിൽക്കൂന്ന്. പിന്നെ അവരെ സേലം, കായണ്ണ, കുറ്റിച്ചൽ എന്നീ സ്ഥലങ്ങളിലൊക്കെയുള്ള മറ്റ് ആശ്രമങ്ങളിലേക്ക് മാറ്റും. ഇവർക്ക് ഗുരുകുല വിദ്യാഭ്യാസമാണ് കൊടുക്കുന്നത്. ഇവർ 10ാം ക്ലാസ് വരെ പഠിക്കും. 10ലെ പരീക്ഷ എഴുതില്ല. പിന്നെ കൃഷിയാണ് ഇവരെ ഉപജീവന മാർഗം. ഒരു 60 ഏക്കറോളം വരുന്ന കൃഷിഭൂമി ഈ സിദ്ധാശ്രമത്തിന് സ്വന്തമായിട്ടുണ്ട്. പിന്നെ അവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു പ്രാർത്ഥന കേട്ടു. അത് നല്ല ഉച്ചത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതെന്താ പ്രാർത്ഥന എന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കേട്ട പ്രാർത്ഥനയാണ്. അഖിലാണ്ട മണ്ഡല മണിയിച്ചൊരുക്കി, അതാണ് അവിടെയുള്ള പ്രാർത്ഥന. പിന്നെ അവരുടെ ജീവിത രീതി മതിയാക്കി പുറത്തു പോകുന്ന ആളുകളുണ്ടെന്ന് തോന്നുന്നു. കാരണം അവിടെ ഞാൻ ഒരു ചെറിയൊരു ബോർഡ് കണ്ടിട്ടുണ്ട്. പുറത്തു പോയവരും പുറത്താക്കപ്പെട്ടവരും ആശ്രമത്തിനുള്ളിൽ പ്രവേശിക്കരുത് എന്നൊരു ബോർഡ് അവിടെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് പുറത്തു പോയവർക്ക് പിന്നെ അങ്ങോട്ട് തിരിച്ചൊരിക്കലും കയറാൻ പറ്റത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ വെയിലത്ത് നല്ല വെയിലുണ്ടായിരുന്നു. വെയിലത്ത് നല്ല അടിപൊളി ഒരു സംഭാരം കിട്ടി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ സംഭാരത്തിന്. അത് കറിവേപ്പില, മല്ലിച്ചപ്പ്, നമ്മളെ കുറച്ച് മഞ്ഞൾ, പിന്നെന്താ ഇഞ്ചി, അത് മാത്രമല്ല വേറെ എന്തൊക്കെയോ ഇട്ടിട്ടുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന്. പിന്നെ അടുത്ത ചോറിൻ്റെ ടൈമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുഞ്ഞുവാവ ഉള്ളതുകൊണ്ട് വരിയിലൊന്നും നിൽക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പെട്ടെന്ന് തന്നെ ഉള്ളിൽ കയറി ഞാനും ഫാമിലി ഫുഡൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. ഒരുപാട് പേർക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുള്ളൊരു പന്തലായിരുന്നു. പിന്നെ എന്താ പറയുക, വിഭവസമൃദ്ധമായ സദ്യ ഒന്നും പറയാൻ പറ്റില്ല, എന്നാൽ അത്യാവശ്യം നല്ല നല്ല ഫുഡ് തന്നെയായിരുന്നു. ഞങ്ങൾക്ക് ഇലയിൽ നെയ്പായസം തന്നിട്ടുണ്ട്. കൂടാതെ ഒരു ചെറിയൊരു ടിന്നിൽ സിദ്ധാശ്രമക്കാരെ സ്പെഷ്യൽ പഞ്ചാമൃതം കൂടെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു. പിന്നെ അവിടെ നിന്ന് ആ കുറച്ച് സമയം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ വളരെ ചെറിയ കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവരെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന പലരും ഉണ്ടാവും.
ഞങ്ങളത് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. എനിക്ക് അവിടുന്ന് അറിയാൻ പറ്റിയ പുറമേ നിന്ന് കാണുമ്പം പറയാൻ പറ്റിയ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്.